ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുന്നുണ്ട്. ഇന്നലെ മാത്രം ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കടന്നു. ഇന്നും പുലർച്ചെ മുതൽ സന്നിധാനത്ത് തിരക്കുണ്ട്. തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് പമ്പയിൽ നിന്ന് ഭക്തരെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. മനീഷ് ഏഷ മാത്യു സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. മനീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തിരക്ക് തന്നെയല്ലേ, നല്ല തിരക്കല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും മകരവിളക്കം നടക്കുന്നതനുസരിച്ച് വലിയ രീതിയിലൊരു തിരക്കാണ് സന്നിധാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. സമാനമായിട്ടായിരുന്നു ഇന്നലെയും വലിയൊരു തിരക്കാണ് സന്നിധാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. സമാനമായിട്ടായിരുന്നു ഇന്നലെയും വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടത്. ഏകദേശം 1,50,000 പേരാണ് ഇന്നലെ മാത്രം ഇവിടെ ദർശനം നടത്തിയത്. അത് ഈ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ദിവസം കൂടിയാണ് ഇന്നലെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിയിലൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ പമ്പയിൽ നിന്ന് ആളുകളെ നിയന്ത്രിച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നിയന്ത്രിതമായി മാത്രമാണ് ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നത്. പക്ഷെ അപ്പോഴും 1,00,000 മുകളിലാണ് ഭക്തർ ഇവിടെ എത്തി ദർശനം നടത്തി മടങ്ങുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സന്നിധാന പരിസരങ്ങളിലെല്ലാം തന്നെ വലിയൊരു തിരക്ക് പുലർച്ചെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതൊക്കെ ഇവിടെ എത്തി വിരിവെച്ച് പൂജകളൊക്കെ പൂർത്തിയാക്കി തന്നെയാണ് ഭക്തന്മാർ മടങ്ങുന്നത്. അതുകൊണ്ടുള്ള തിരക്ക് കൂടി ഈ സന്നിധാന പരിസരത്തുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തിന് എത്രയും വേഗം തന്നെ മടങ്ങണമെന്ന നിർദ്ദേശമടക്കം ഭക്തർക്ക് നൽകുന്നുമുണ്ട്. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് മകരജ്യോതിക്കായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്നു. അതിനോടൊപ്പം തന്നെ ശരി, മനീഷ് ഏഷ മാത്യു ആണ് സന്നിധാനത്തെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തി നമുക്ക്